അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമി ലോകത്ത് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് ഇതുപോലുള്ള നമുക്ക് റബ്ബിന്റെ ഇൽമ കേൾക്കാനും അവനെ കുറിച്ച് പറയുന്നതിനും മറ്റുമൊക്കെ അല്ലാഹു തആല നൽകുന്ന സൗകര്യങ്ങളിൽ നമുക്കറിയാം. ഈ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിലനിർത്താൻ വേണ്ടി പടച്ച തമ്പുരാനോട് നമ്മൾ ആമുഖമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവസരങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകി. അല്ലാഹു തആല ഇതൊക്കെ അല്ലാഹു നിലനിർത്തി തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കൂടുതൽ ആമുഖത്തിലോട്ട് കടക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, മഹദിയുടെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയമുള്ളവരെ അത് തുടക്കം കുറിച്ചിട്ടാണ്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വതക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തെ നമ്മൾ ചർച്ച നടത്തിയത്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അവിടുന്ന് സ്വപ്നം കണ്ടു. തന്റെ വീടിന്റെ ഉള്ളറയിൽ ഇങ്ങനെ കടന്നുറങ്ങുമ്പോഴാണ് അവിടെ നിന്ന് സ്വപ്നം കാണുന്നത് ഒരു സ്ത്രീയെ. ആ സ്ത്രീയുടെ സ്വഭാവം എന്തെന്ന് പറഞ്ഞാൽ, ആ സ്ത്രീയെ കുറിച്ച് കാണുന്നത് എന്ന് പറഞ്ഞാൽ, മഅ്ശറ വൻസബയിൽ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. മഅ്ശറ വൻസബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹുവേ എല്ലാവരും അവിടുന്ന് പേടിക്കുന്ന, തന്റെ ജീവിതത്തിൽ അവിടെ വിജയിക്കാൻ വേണ്ടി ദുനിയാവിൽ വെച്ച് തന്നെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേഹമുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, മഅ്ശറയാണ്, ഖബറാണ്, സിറാത്താണ്, ഹിസാബാണ്. അതിലെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ മഅ്ശറ എന്ന് പറയുന്നത്. ആ മഅ്ശറയിൽ നമ്മൾ വിജയിക്കണം. ആ മഅ്ശറയിൽ നമുക്ക് അർശിന്റെ തണൽ ലഭിക്കണം. അവിടെ ഹിസാബ് നടത്തുമ്പോൾ നമ്മുടെ നന്മയും തിന്മയും ഒക്കെ തൂക്കപ്പെടുമ്പോൾ നമുക്ക് നന്മ മുമ്പന്തിയിലെത്തണം. ഇത് തന്നെയാണ് ഓരോ മനുഷ്യന്റെയും അവിടുത്തെ ആവശ്യം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനാത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എല്ലാ ജനങ്ങളെയും മഅ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ ഇടയിലാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ ഒരു സഹോദരിയുടെ ഹിസാബ് നടത്തുകയാണ്. ആ ഹിസാബ് നടത്തുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഭയപ്പെട്ട് എല്ലാവരും പേടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ഒരു ചാണകല സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കുന്ന സമയത്ത്, ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന സമയത്ത്, എല്ലാ ജനങ്ങളും അവിടുന്ന് വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത്, ചില ആളുകൾ മുഖം പ്രകാശിച്ചവരുണ്ട്, സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടെ നിൽക്കുന്നവരുണ്ട്. ചില ആളുകൾ കുഷ്ഠരോഗികളെ പോലെ ഉഹുദ് മലയോളം വലിപ്പമുള്ള പിൻതാരവും മുൻതാരവുമായി കടന്നു വരുന്നവർ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നായുടെ കോലത്തിലും പന്നിയുടെ കോലത്തിലും ഒക്കെ മഅ്ശറയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആളുകൾ. ഇങ്ങനെ പടച്ചവനെ ഒരുപാട് വിഭാഗം ആളുകൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കാണുകയാണ്. ആ സമയത്താണ് ആയിഷ ബീവി നോക്കുമ്പോ പടച്ചവനെ ഒരു സഹോദരിയുടെ, ഒരു പെണ്ണിനെ അവിടുന്ന് അല്ലാഹു തആല വിചാരണ നടത്തുകയാണ്. അവിടുന്ന് ഹിസാബ് നടത്തുകയാണ്. ഹിസാബ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ പടച്ചവനെ പുഞ്ചിരിക്കുകയാണ്. നന്മ മുൻതൂക്കമായി കൊണ്ടിരിക്കുകയാണ്. നന്മ മുൻതൂക്കമായി നിൽക്കുകയാണല്ലോ. ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതാവിടുന്ന് പടച്ചവനെ അത്ഭുതപ്പെടുകയാണ്. എത്രത്തോളമാ നന്മയെന്നറിയോ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഉഹുദ് മലയോളം വലുപ്പത്തിലാണ് അവിടുന്ന് അമല് കിടക്കുന്നത്, നന്മ കിടക്കുന്നത്. അതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അവിടുന്ന് ഇതിനെക്കുറിച്ച് അറിയാൻ വല്ലാത്ത താല്പര്യമായി. എന്തുകൊണ്ടാണ് പടച്ചവനെ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രത്തോളം വലിയ അനുഗ്രഹം ഈ സഹോദരിക്ക് ലഭിച്ചത് എന്നവിടുന്ന് ആലോചിക്കുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, അതാവിടുന്ന് സ്വപ്നം കാണുകയായിരുന്നല്ലോ. പെട്ടെന്നാണ് ഞെട്ടി ഉണരുന്നത്. ഉണർന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്.
എന്തിനാ പുറത്തിറങ്ങുന്നത്? പഠിച്ചവനെ ഈ സഹോദരിയെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ, ഈ സഹോദരിയെ കുറിച്ചൊന്ന് അറിയാൻ. അല്ലാഹുവേ, ആരാണെന്നറിയണല്ലോ, എങ്ങനെയാണ് ഇത്രത്തോളം അമര് കിട്ടിയതെന്നറിയണല്ലോ. അതിന് വേണ്ടിയിട്ട് തന്റെ വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. അതാ കുറച്ചിങ്ങനെ നടന്നു പോകുമ്പോ ഈ സഹോദരിയെ കണ്ടു. അവിടെന്ന് പറയുകയാ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരുമോ? നിങ്ങളെ ഞാൻ ഇന്നലെ സ്വപ്നം കാണുകയാണ്. നിങ്ങളെ ഞാൻ ഇന്നലെ സ്വപ്നം കാണുകയാണ്. നിങ്ങളെ സ്വപ്നം കണ്ടു എന്ന് മാത്രമല്ല, നിങ്ങളെ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉഹുദ് മലയോളം വലുപ്പത്തിലാണ് നിങ്ങളുടെ അമല് കിടക്കുന്നത്. നിങ്ങൾ സന്തോഷമാണ്, മഹ്ശറയിൽ നിങ്ങൾ ആനന്ദത്തിലാണ് എന്നതാ അവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മുൽ മുഅ്മിനാത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. അതാ അവിടുന്ന് എന്നിട്ട് ആയിഷ ബീവി ചോദിക്കുകയാണ്, എന്തേ അതിനുള്ള കാര്യമൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങളുടെ ജീവിതത്തിന് ഇത്രത്തോളം മഹത്വം ലഭിക്കാൻ, ഇത്രത്തോളം മഹത്വം ലഭിക്കാൻ എന്തേ അവിടുന്ന് കാര്യമെന്ന് പറഞ്ഞു തരുമോ? അതാ അവിടെ നീ പ്രിയപ്പെട്ട സഹോദരിയോട് ഇതങ്ങ് ചോദിക്കേണ്ട താമസമതാ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, വാപ്പമാര് മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. നാളെ പടച്ചുറപ്പിന്റെ ദുനിയാവിൽ നിന്ന് പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, റബ്ബേ എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കണ്ടേ. അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ, ആ മഹ്ശറയിൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ, അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോ റബ്ബേ അവിടെ വിജയം വരിക്കണ്ടേ. ദുനിയാവിൽ വെച്ചിട്ട് ഒരുപാട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ വേണം. നാളെ റബ്ബിന്റെ മുമ്പിൽ വിജയിക്കണല്ലോ. ഈ സഹോദരി അവിടെ നിന്ന് പറയുന്നു, ആയിഷ, എന്റെ ജീവിതത്തിൽ ഞാൻ 7 കാര്യങ്ങൾ മുറുകെ പിടിക്കാറുണ്ട്. 7 കാര്യങ്ങൾ മുറുകെ പിടിക്കാറുണ്ട്. ആ 7 കാര്യങ്ങൾ ഇതാ എന്റെ പ്രിയമുള്ളവരെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 7 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കാറുണ്ട്. ആ 7 കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് എന്ന് മഹദിയായ ആ സഹോദരി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക. ആ 7 കാര്യങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് അതാ ഇവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതാ ഇവിടുന്ന് പറയുന്നു, ഹഫിളതു നഫ്സി ഹത്താ ലം യറനി അഹദും ബിൽ മഹാരിമി. അതാ ഇവിടുന്ന് സഹോദരി പറയുകയാണ്, എൻ്റെ ശരീരത്തെ ഞാൻ മറക്കുകയാണ്, എൻ്റെ ശരീരത്തെ ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ്. അല്ലാഹുവേ, ശരീരം മറച്ചുകൊണ്ടാ നടക്കുന്നത്. അന്യരായ ആളുകളിൽ നിന്ന് എൻ്റെ ശരീരത്തെ ഞാൻ മറച്ചുകൊണ്ടാ ദുനിയാവിലൂടെ കടന്നു പോകാറുള്ളത്. എൻ്റെ ശരീരം പടച്ചു തമ്പുരാൻ എവിടൊക്കെയാണ് മറക്കാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ ഞാൻ മറക്കുന്നതാണ്. കാരണം എൻ്റെ പടച്ചു തമ്പുരാൻ എന്നെ കാണുന്നവനാണ്, എൻ്റെ റബ്ബെന്നെ കാണുന്നവനാണ് എന്നുള്ള ബോധം എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും ഔറത്ത് മറച്ചുകൊണ്ടാ കടന്നു പോകാറുള്ളത്. പടച്ചവനെ, ഒരുപാട് ഗുണമാരെ നമ്മൾ കാണാറുണ്ട്. ശരീരം മുഴുവനും മറച്ചുകൊണ്ട് കടന്നു പോകുന്നവര്, ഹിജാബിട്ടിട്ട് കടന്നു പോകുന്നവര്, പടച്ചവനെ മുഖത്ത് തുണിയിട്ടിട്ട് കടന്നു പോകുന്നവര്, അല്ലാഹുവേ നല്ല പർദ ധരിച്ച്, നല്ല ലൂസുള്ള പർദ ധരിച്ച് കടന്നു പോകുന്നവര്. എന്നാൽ
വന്നാൽ തന്റെ കയ്യിൽ ഒരുപാട് മക്കളെ പിടിച്ചിട്ടുണ്ടാകും. കൂടെ മക്കളുണ്ടായിരിക്കും. ആ മക്കളുടെ വസ്ത്രം കണ്ട തല മുഴുവനും പുറത്താണ്, മുടി മുഴുവനും പുറത്ത് കാട്ടിയിട്ട് ജീൻസിന്റെ വസ്ത്രം ധരിച്ചിട്ട്, ആൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് പടച്ചവനെ കടന്നു പോകുന്ന എത്രയോ പെൺമക്കളുണ്ടെന്നറിയോ? ഉമ്മയുടെ തലയിലേക്ക് നോക്കിയാ, ഉമ്മയുടെ ശരീരത്തിലേക്ക് നോക്കിയാ പടച്ചവനെ ശരീരം മുഴുവനും മറച്ചിരിക്കുകയാണ്. ഉമ്മാന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ ശരീരം മുഴുവനും ഔറത്തൊക്കെ മറച്ചിട്ടുണ്ടാകും. മാന്യമായ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും. തൊട്ടുകൂടെ കുറച്ച് മക്കളുണ്ടാകും. തൊട്ട് ഈ ഉമ്മാന്റെ കയ്യും പിടിച്ചിട്ട് ചില മക്കൾ നടക്കുന്നുണ്ടാകും. ഈ മക്കളുടെ അവസ്ഥ എൻ്റെ പ്രിയമുള്ളവരെ, ജീൻസിന്റെ പാൻ്റായിരിക്കും, തലയിൽ തട്ടമുണ്ടാവില്ല. ആ രൂപത്തിൽ പ്രായപൂർത്തിയായ വലിയ പെൺകുട്ടികൾ കടന്നു പോകുന്ന പലയിടങ്ങളിൽ കാണാറുണ്ട്. അള്ളാഹു ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മക്കളെയും അള്ളാഹു തആല നമുക്ക് അമാനത്തായിട്ട് തന്നതാണ്. നമ്മുടെ കൂടെ പിറപ്പുകൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹു തആല നമുക്ക് അമാനത്തായിട്ട് തന്നതാണ്. എന്താ അമാനത്ത് എന്ന് പറഞ്ഞ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ളതാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് നമ്മെ പറഞ്ഞു വിട്ടപ്പോ പടച്ച റബ്ബേ തിരിച്ചു വിളിക്കുമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്റെയും നിങ്ങളുടെയും മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് തന്നു. ആ പ്രിയപ്പെട്ട മക്കളെ ഇനി എപ്പോഴാണോ റബ്ബ് തിരിച്ചു വിളിക്കുന്നത് അപ്പൊ കൊടുക്കണം. ദുനിയാവിക്ക് പറഞ്ഞു വിട്ടപ്പോ നമ്മുടെ മക്കൾ ആരും കള്ളന്മാരല്ല, കൊള്ളക്കാരല്ല, വഞ്ചിതനല്ല, കടക്കാരനല്ല, അല്ലെങ്കിൽ പോലീസല്ല, പട്ടാളമല്ല, അല്ലെങ്കിൽ ആലിമല്ല, ഹാഫിദല്ല, ആബിദല്ല. ഇതെല്ലാം ആക്കുന്നത് നമ്മളാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇതെല്ലാം ആക്കുന്നത് നമ്മുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയാണ്. നമ്മുടെ മക്കളുടെ പരാജയം നമ്മുടെ പരാജയമാണ്. നമ്മുടെ പരാജയം കൊണ്ടുണ്ടായതാണ് അവരുടെ പരാജയം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിജയം എന്ന് പറയുന്നത് നമ്മളെ വിജയം കൊണ്ടുണ്ടായതാണ്, നല്ല ബുദ്ധി കൊണ്ടുണ്ടായതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതാ പറഞ്ഞേ, നമ്മുടെ മക്കളെയും നമ്മൾ നല്ല വസ്ത്രം ധരിപ്പിക്കണം, നമ്മളും നല്ല വസ്ത്രം ധരിക്കണം. ഈ സ്ത്രീ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, ആയിഷ, ഒന്നാമതായിട്ട് എൻ്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവിടെ നിന്ന് ഒരിക്കലും തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ ഔറത്തിനെ വെളിവാക്കാറില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്ക് മഹത്വം, ഉഹുദ് മലയോളം വലുപ്പത്തിൽ എൻ്റെ അമൽ അവിടുന്ന് കാണപ്പെട്ടത് എന്ന് ഈ സഹോദരി അവിടുന്ന് പഠിപ്പിക്കാം. ഈ ഒന്നാമത്തെ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഔറത്ത് എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ, പെണ്ണിന്റെ ഔറത്ത് ശരീരം മുഴുവനും ഔറത്താ. മനസ്സിലായോ? പുരുഷന്റെ മുട്ടുപൊക്കളിന്റെ ഇടയിലാ ഔറത്ത്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പുറത്തുകൂടി നടക്കുന്നുണ്ടാകും, അവരുടെ മുട്ടിന്റെ മുകളിലുള്ള ട്രൗസറും ധരിച്ചിട്ട്. അല്ലേ? മോനെ, നിന്റെ ഔറത്ത് മറഞ്ഞോ? അല്ലാഹുവേ, ഔറത്ത് മറക്കാതെ പടച്ച തമ്പുരാന് ഇവിടെ നിന്ന് നമ്മോട് കൽപ്പിച്ചത് ചെയ്യാതെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ നടന്നാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടാൻ അത് മതി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത് അതാ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് പറയുകയാണ്, മാ അറത്തു സായിലാ ഹത്താ ഇദാ കാന മഇയ ശൈആ. എന്റെ മുമ്പിലേക്ക് ആരെങ്കിലും പടച്ചവനെ സ്വതക്ക ചോദിച്ചുകൊണ്ട് കടന്നു വന്നാൽ അതാ അവരെ ഒരിക്കലും തന്നെ പരാജയപ്പെടുത്താറില്ല, അവരൊന്നുമില്ലാതെ ഞാൻ മടക്കാറില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. എന്താ ചോദിച്ചുകൊണ്ട് കടന്നു വന്നത്? സ്വതക്ക ചോദിച്ചുകൊണ്ട് കടന്നു വന്ന, പള്ളിക്ക് ചോദിച്ചുകൊണ്ട് കടന്നു വന്ന, മക്കളെ കെട്ടിക്കാൻ, കുട്ടികളെ കെട്ടിക്കാനുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വന്നാൽ പടച്ചവനെ, ദീനിനോ പള്ളിക്കോ നാടിനോ വേണ്ടി ആരെങ്കിലും ചോദിച്ചാ, സ്വന്തം തന്നെ ചോദിച്ചുകൊണ്ട് ആരെങ്കിലും കടന്നു വന്നാ
അവരെ ഞാൻ ഒരിക്കലും മടക്കാറില്ല. എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ കൈവശമുള്ളത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ടെന്ന് അതാ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. ഉമ്മ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വതക്കയുടെ മഹത്വം നമ്മൾ പറഞ്ഞല്ലോ. എത്രത്തോളം ആ സ്വതക ചെയ്താലുള്ള പ്രതിഫലമെന്നോ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് പഠിച്ചവരാണ്. അല്ലാഹുവേ, പഠിച്ചവനെ, സ്വതക എല്ലാ ശർറുകളെയും തട്ടുന്നതാണ്, ബലാഅകളെ ഇല്ലാതാക്കുന്നതാണ്, മുസീബത്തുകളെ ഇല്ലാതാക്കുന്നതാണ്. അതിന് പറ്റുന്ന ഏറ്റവും വലിയ നല്ല അമലാ സ്വതക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനോ അല്ലെങ്കിൽ പാപങ്ങളെ സഹായിക്കാനോ മക്കളെ കെട്ടിക്കാനോ ഏതെങ്കിലും രൂപത്തിലോ ആരെങ്കിലും സഹായം ചോദിച്ചാ അവരെ ഒരിക്കലും നിങ്ങൾ കൈവെടിയരുതോ, അവരെ ഒരിക്കലും നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് തട്ടിമാറ്റല്ല. പാപങ്ങൾക്ക് സഹായം നിന്റെ കയ്യിൽ നിന്ന് വെച്ചു കൊടുക്ക മോനെ. അവന്റെ ഒരു പ്രാർത്ഥന മതി നമുക്ക് വിജയം നടിക്കാൻ, ദുനിയാവിൽ നമുക്ക് വിജയിക്കാൻ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ, ആ പാവപ്പെട്ടവന് കൊടുത്തതുണ്ടല്ലോ, അതാണടാ നിന്റെ നാളെ റബ്ബിന്റെ മുമ്പില് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണപ്പെടുന്നത്. തന്റെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആട്ടിവിടുന്ന ഉപ്പമാരുണ്ട്, ഇവിടെ ഒന്നുമില്ല എന്ന് പറയുന്ന വാപ്പമാരുണ്ട്. അങ്ങനെയുള്ള ഉമ്മമാരുണ്ടല്ലോ, ഒന്ന് മനസ്സിലാക്കിക്കോ. പടച്ച തമ്പുരാന് മരിക്കുന്നത് വരെ മോനെ, ഖിയാമത്ത് നാൾ വരെ, ഖിയാമത്ത് നാൾ വരെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉയർച്ച തരില്ല. എന്നും കടമായിരിക്കുമടാ, എന്നും വിഷമമായിരിക്കുമല്ലോ. എന്തേ ദുനിയാവില് പാവപ്പെട്ടവന് വന്ന് ചോദിച്ചപ്പോ പറയുന്നത് എന്താ? ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. പാവപ്പെട്ട ഒരുത്തം വന്നിട്ട് അവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ചോദിച്ചപ്പോ നമ്മൾ പറയാ, എന്റെ അടുത്ത് ഒന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല. ആ ഇല്ല എന്ന് പറയുന്ന കാലം അത്രയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകൂല. മനസ്സിലായോ? ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്ന കാലത്തോളം നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാകൂല. മനസ്സിലായോ നിങ്ങൾക്ക്? കാരണം എന്താ? നമ്മളെന്തേ പറയുന്ന ഇല്ല ഇല്ല ഇല്ല, പിന്നെ എവിടുന്ന് ഉണ്ടാകാനാ അല്ലേ? പിന്നെ എവിടുന്ന് ഉണ്ടാകാനാ? ആ തേട്ടല്ലേ നമുക്കുള്ളൂ. എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും എന്താ വർത്താനം, എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എന്താ അങ്ങനെ പോകുന്നുണ്ട്, ആകെ പ്രയാസത്തില. പറയാറില്ലേ? എന്താ അങ്ങനെ പോകുന്നുണ്ട്, ആകെ പ്രയാസത്തില. പറയാനില്ലേ? ഈ പ്രയാസം തീരല്ലപ്പയാ അൽഹംദുലില്ലാഹ് സുഖവാടാ എന്ന് പറഞ്ഞ പടച്ച തമ്പുരാനോ, ഞാൻ ഇത്രയും വലിയ പ്രയാസം കൊടുത്തിട്ട് ഓൻ പറയുന്ന കണ്ടോ? ഓൻ പറയുന്ന കണ്ടോ? ഓന്റെ മനസ്സിന് വല്ലാത്ത സുഖവാ അല്ലേ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും. പിന്നെ പടച്ച റബ്ബ് നമ്മെ പരീക്ഷിക്കോ? അല്ലാഹു തആല വലിയ പ്രയാസം കൊടുത്തപ്പോഴും അവൻ പറഞ്ഞതെന്താ? അൽഹംദുലില്ലാഹ് എനിക്ക് സുഖമാണെന്ന്. പിന്നെ പടച്ച തമ്പുരാൻ നമ്മളെ പരീക്ഷിക്കോ? പിന്നെ പടച്ചോ നമ്മളെ ഇറങ്ങാറാക്കോ? ഇല്ല. അല്ലാഹു തആല സൗഖ്യം നൽകും. രണ്ടാമതായിട്ട് ആ സഹോദരി അവിടുന്ന് പറഞ്ഞു കൊടുത്തു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഖൈറായത്, നന്മയായത് രണ്ടാമത്തത്, ആരെന്റെ മുമ്പിലേക്ക് എന്ത് ചോദിച്ചുകൊണ്ട് കടന്നു വന്നാലും ഞാൻ അവരെ പരാജയപ്പെടുത്താറില്ല, മടക്കാറില്ല. അല്ലേ? ഞാൻ മടക്കാറില്ല. മൂന്നാമതായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ, അതാ ഇവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, കുൻതു മുസ്തഇദൻ ലിസ്സലാത്തി ഖബ്ലൽ അദാൻ. തന്റെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് അതാ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അതിന്റെ തൊട്ടു മുമ്പായി കൊണ്ട് ഞാൻ വുളൂ ചെയ്തിട്ട് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നിസ്കാരത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങി നിൽക്കുമെന്ന് അതാ ഇവിടുന്ന് സഹോദരി പറയുകയാണ്.
എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ വിജയിക്കാനുള്ള കാര്യമാ പറയുന്നത്. ദുനിയാവിൽ എത്ര വലിയ ആഡംബരത്തിന് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലല്ലേ നമ്മൾ വിജയിക്കേണ്ടത്? അള്ളാന്റെ മുമ്പിലല്ലേ നമ്മൾ വിജയിക്കേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഇവിടെ എല്ലാ വിഷയത്തിലും 10ാം ക്ലാസ്സിൽ A+ ആണ്, +2-ലും A+ ആണ്, ഡിഗ്രിക്കും A+കളാണ്. പഠിച്ചവനെ വലിയ ജോലിയായി, ജില്ലാ കലക്ടറായി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായി, അല്ലെങ്കിലോ മുഖ്യമന്ത്രിയായി, ഏത് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാകട്ടെ, IAS കാരനാകട്ടെ, IPS കാരനാകട്ടെ, ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ നിലവാരമുള്ള ജോലിയും പവറും അധികാരവുമുണ്ട്. എന്നാൽ അള്ളാനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടില്ല, റബ്ബിനോടുള്ള സ്നേഹം ഇതുവരെ തിരിഞ്ഞിട്ടില്ല, പടച്ചവനോടുള്ള ഇബാദത്തിന്റെ കാര്യത്തിലും അവിടെ നിന്ന് വല്ലാതെ കണിശത കാണിച്ചിട്ടില്ല, നിസ്കാരമില്ല. അങ്ങനത്തെ ജീവിതം ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ പടച്ചവനെ ജീവിതമാണ് ഇവിടെ നയിക്കുന്നതെങ്കിലോ എവിടെ നിന്നാ വിജയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നത്? നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരെ, ഈ സഹോദരി അവിടെ നിന്ന് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയോട് അവിടെ നിന്ന് പറയുന്നത് കേട്ടോ. ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് പരിശുദ്ധമായ നമസ്കാരത്തിന് വേണ്ടിയിട്ടോ ഞാനിതാ ഒരുങ്ങി നിൽക്കുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. പടച്ചവനെ, മഗ്‌രിബിന്റെ സമയത്തെവിടെയാണ് മോനെ? ഗ്രൗണ്ടിൽ കളിക്കുകയാണല്ലോ, ട്രൗസറും ഇട്ടിട്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ട് പടച്ചവനെ പള്ളി മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാ, പള്ളിയിലേക്ക് കടന്നു വരാൻ വേണ്ടി പറയുമ്പോ, നമസ്കാരത്തിലേക്ക് ഉണരാൻ വേണ്ടി പറയുന്ന സമയത്തോ പടച്ചവനെ ഗ്രൗണ്ടിൽ കടന്നിട്ട് കളിക്കുന്ന പൊന്നുമോനെ, നീയൊന്ന് മനസ്സിലാക്കടാ, നീയൊന്ന് മനസ്സിലാക്കോ. അള്ളാന്റെ മുമ്പിൽ നിനക്ക് വിജയിക്കണ്ടേ, അള്ളാന്റെ മുമ്പിൽ നിനക്ക് വിജയിക്കണ്ടേ മോനെ. നമ്മുടെ വീട്ടിനകത്തൊരു ഫംഗ്ഷൻ വന്നാൽ, ഒരു സൽക്കാരം വന്നാ, ഒരു കല്യാണം കടന്നു വന്നാ, പിന്നെ നമസ്കാരമുണ്ടോ? പിന്നെ നമസ്കാരമുണ്ടോ? രാവിലെ പിന്നെ സുബഹിസ്കരിക്കും അല്ലേ? രാവിലെ ചിലപ്പോൾ എണീറ്റ് സുബഹിസ്കരിക്കും. നമ്മുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടായാൽ ളുഹ്റോ പോയി, അസറോ ക്ഷീണം പോയി, മഗ്‌രിബോ പണിയും മറ്റു ക്ഷീണം പോയി അല്ലേ? എന്നിട്ട് പിന്നെ ഒരൊറ്റ കടത്ത കൊയങ്ങി. ഇതാടാ നമ്മുടെ അവസ്ഥ അല്ലേ? ഇങ്ങനെയായ അള്ളാന്റെ മുമ്പിൽ വിജയിക്കാൻ, റബ്ബിന്റെ മുമ്പിൽ തൃപ്തിപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയോ? ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് വിജയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് നിസ്കാരത്തിന്റെ സമയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആ നിസ്കാരത്തിന്റെ സമയത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഒരിക്കൽ ഇങ്ങനെ മദീനയിലെ പള്ളിയിലിരിക്കുക, അതാ ഒരു സ്വഹാബി ഇങ്ങനെ ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്നൊരു വ്യക്തിയുണ്ടല്ലോ, മരണം ആസന്നമായി കിടക്കുകയാണ് നബിയെ, വല്ലാത്ത പ്രയാസത്തിലാണ് നബിയെ. അവിടെ നിന്ന് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന സമയത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് വല്ലാത്ത അട്ടഹാസത്തിലാണോ എന്നതാ അവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട്
അതാ ഒരു സ്വഹാബി അവിടുന്ന് പറയുമ്പോ പടച്ചവനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബികളുമായിട്ട് കടന്നു ചെല്ലുകയാണ്. തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബികളുമായിട്ട് അതാ റസൂലുള്ള കടന്നു ചെല്ലുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിനെ കണ്ടപ്പോ പഠിച്ചവനെ എല്ലാവരും അത്ഭുതപ്പെട്ടു. റസൂലുള്ള കടന്നു വന്നല്ലോ, ഇനി ഈ സ്വഹാബിക്ക് ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും. ആ സമയത്ത് ഈ മനുഷ്യൻ എവിടുന്ന് കലിമ ചൊല്ലാൻ ലഭിക്കുമെന്നോ അതാ അവിടുന്ന് ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുകയാണ്. റസൂലുള്ള കടന്നു വന്നു. പടച്ചവനെ വീടിന്റെ പുറം ഭാഗത്തേക്ക് എത്തിയ സമയത്ത് തന്നെ വീടിന്റെ ഇങ്ങനെ പുറം ഭാഗത്തേക്ക് എത്തിയ സമയത്ത് തന്നെ അതാ സക്കറാത്തിന്റെ വരി എന്ന് നമ്മൾ പറയുമല്ലോ, ആ വലി ഇങ്ങനെ വൈകളിലേക്ക് കേൾക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉള്ളിലേക്ക് കടന്നു വന്നു. ഈ മനുഷ്യന്റെ ചാരത്തിങ്ങ നിൽക്കുമ്പോ പടച്ചവനെ കലിമ ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ, കലിമ ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ. പടച്ചവനെ റസൂലുള്ള ഇങ്ങനെ നിൽക്കുകയാണ്. റസൂലുള്ള പെട്ടെന്ന് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ആ സമയത്ത് സ്വഹാബത്ത് നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ ചുവന്നിരിക്കുകയാ. എന്തോ കണ്ട് പേടിച്ചതുപോലെ റസൂലുള്ള നിൽക്കുകയാ. അതാ റസൂലുള്ളയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നമ്മൾ ഇദ്ദേഹത്തിന് ദുആ ചെയ്യാൻ കടന്നു വന്നതല്ലേ, ഇദ്ദേഹത്തിന് കലിമ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കടന്നു വന്നതല്ലേ, പിന്നെ എന്തേ പെട്ടെന്ന് പുറത്തിറങ്ങുന്നത്, അങ്ങയുടെ മുഖം എന്തേ വല്ലാതെ പേടിച്ചതുപോലെ നിൽക്കുന്നത് എന്നവിടുന്ന് റസൂലുള്ളയോട് ചോദിക്കുമ്പോ അതാ പ്രവാചകരോടെന്ന് പറയുന്ന സ്വഹാബാ, അവിടെ ഞാനിതാ അസ്റായീലിനെ കാണുന്നുണ്ട് സ്വഹാബ, അവിടെ ഞാൻ അസ്റായീലിനെ കാണുന്നുണ്ട് സ്വഹാബ. അസ്റായീലിന്റെ കോലം കണ്ടിട്ടാ ഞാൻ പേടിച്ചത്, അസ്റായീലിന്റെ കോലം കണ്ടിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിച്ചവനെ ഇതങ്ങ് പറയുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. റസൂലുള്ള അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാ അസ്റായീലിന്റെ കോലമെന്നറിയോ, വല്ലാത്ത ദുർഗന്ധമാണ് സ്വഹാബ, ശരീരത്തിന് വല്ലാത്ത ദുർഗന്ധമുണ്ട്, ശരീരത്തെ വല്ലാത്ത ദുർഗന്ധം അടിക്കുകയാണ്, തേറ്റുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. പടച്ചവനെ മുടിനാരുകൾ ശരീരത്തിലൂടെ ആകെ തൂങ്ങിയാടുകയാണ്, കറുത്തിരുണ്ട നിറവാ, ഓരോ താരങ്ങളിലൂടെ ചെവികളിലൂടെ വായക്കകത്തിലൂടെ പടച്ചവനെ തീജാലകൾ ഉയരുന്നുണ്ട് സ്വഹാബ. അങ്ങനെയാ അസ്റായീലിനെ കണ്ടുമുട്ടിയത്, അങ്ങനെയാ അസ്റായീലിനെ കാണാൻ കഴിഞ്ഞത് എന്നതാ അവിടുന്ന് പുന്നാർ നബി തങ്ങൾ സങ്കടം ബോധ്യപ്പെടുത്തുമ്പോ സങ്കടത്തോടെ അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അവിടുന്നതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാനതാ അസ്റായീലിനോട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അസ്റായീലേ, ഇതൊരു മനുഷ്യന്റെ റൂഹല്ലേ അസ്റായീൽ, ഒരു മയത്തില് പിടിച്ചുകൂടെ, ഒരു മയത്തില് വന്നുകൂടെ എന്നവിടുന്ന് ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്ന കാര്യം എന്തെന്നറിയോ, യാ റസൂലല്ലാഹ്, ഇവന്റെ റൂഹിനെ ഞാൻ ഇങ്ങനെ പിടിക്കു നബിയേ, ഇവന്റെ റൂഹിനെ ഞാൻ ഇങ്ങനെ പിടിക്കു നബിയേ. കാര്യമെന്തെന്നറിയോ, കാര്യമെന്തെന്നറിയോ, ഇവനുണ്ടല്ലോ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചവനാ. സമയത്തിന്റെ ആ ഭക്താകുന്ന സമയത്ത് അതിന്റെ ആദ്യ ഭക്തിന് അല്ലെങ്കിൽ പടച്ചവനെ നിസ്കാരത്തിന്റെ കാര്യത്തില് ഒരുപാട് അശ്രദ്ധയുണ്ട്, ഭക്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയുണ്ട്. അതുകൊണ്ട് ഇവന്റെ റൂഹിനെ ഞാൻ ഇങ്ങനെ പിടിക്കൂ നബിയേ.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കടന്നു വന്ന് നോക്കുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത് ഈ മനുഷ്യൻ ഇങ്ങനെ വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ അസ്റാഈലിനെ കാണുന്നു. അസ്റാഈലിന്റെ കോലം കണ്ട് പുന്നാര നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ അവിടെ നിന്ന് പേടിച്ചു പോയിട്ടുണ്ട്. അങ്ങനത്തെ കോലവാ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്റാഈലെ നിനക്കൊരു നല്ല കോലത്തിൽ വന്നുകൂടെ? അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, നബിയെ ഇവന്റെ റൂഹിനെ ഞാൻ ഇങ്ങനെ പിടിക്കും. കാരണം എന്തേ ഇവന്റെ റൂഹിനെ എങ്ങനെ പിടിക്കാനുള്ള കാരണം? നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ അശ്രദ്ധ കാണിച്ചവനാ. നിസ്കരിക്കാത്തവനല്ല, സമയത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു അശ്രദ്ധ അവനിക്കുണ്ട്. മനസ്സിലായോ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ലടാ. നാളെ അള്ളാന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ചിട്ടാ. നമ്മുടെ നമസ്കാരത്തെ കുറിച്ചിട്ടാ. നമുക്ക് ദുനിയാവിന്റെ തിരക്കല്ലേ, ഇവിടെ നമുക്ക് തിരക്കല്ലേ. നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബവും നമ്മുടെ സമ്പത്തിന്റെ കാര്യവും തോട്ടത്തിന്റെ കാര്യവും പല പേരും പറഞ്ഞ് നമുക്ക് ഭയങ്കര തിരക്കാ. നിസ്കരിക്കാൻ സമയമല്ല. നിസ്കാരം തലകുത്തി നമ്മൾ മറിഞ്ഞെണീറ്റ് പോരുകയാണ്. എന്നാലോ ദുനിയാവിന്റെ കാര്യങ്ങളാ നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്തുള്ളത്, നമ്മുടെ ചിന്തക്കകത്തുള്ളത് അല്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മോനെ. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം. നമ്മൾ പറയും, ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, മറ്റു നന്മകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് പ്രയാസമാണ്, എന്നിട്ട് ഞാൻ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കും, സമാധാനിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരീക്ഷണങ്ങൾ പടച്ച റബ്ബ് തരികയാണെന്നുള്ളത് അല്ലേ? നിസ്കരിക്കുന്ന ആട്ടായും നോമ്പെടുക്കുന്ന ആളായിട്ടും എനിക്ക് പരീക്ഷണം തരികയാണ്. മോനെ, എല്ലാ ചെയ്തിട്ടും ഒരുപാട് വിഷമങ്ങൾ നിനക്കുണ്ടെങ്കിൽ എല്ലാം പടച്ചവന്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞിരിക്കണ്ട. എല്ലാം പടച്ചവന്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിരിക്കണ്ട. ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരത്തിലോ നമ്മുടെ ജീവിതത്തിലോ മറ്റോ വരുന്ന പ്രശ്നങ്ങളെ കൊണ്ടും അല്ലാഹു തആല പരീക്ഷണങ്ങൾ തരാം. മനസ്സിലായോ? അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് മൂന്നാമതായിട്ട് ഈ സഹോദരി അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സമയമാകുന്നതിന്റെ മുമ്പ്, ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് അവിടെ നിന്ന് ഞാൻ വുളൂ ചെയ്ത് കുളിച്ച് വുളൂ ചെയ്ത് വൃത്തിയായി നമസ്കാരത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങി എൻ്റെ വീട്ടിൽ റൂമിനകത്ത് കയറിയിരിക്കുമെന്ന് അവിടുന്ന് ഈ സഹോദരി പറഞ്ഞു കൊടുക്കാൻ. മൂന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ മനസ്സിലാക്കണം, ളുഹർ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ഇതുപോലെ വൃത്തിയായിട്ട് ളുഹറിനൊരുങ്ങിയാൽ, അസ്വറിന്റെ മുമ്പ് വൃത്തിയായി അസ്വറിനൊരുങ്ങിയാൽ, അങ്ങനെ 5 വക്തിനും വൃത്തിയായി അതിന്റെ മുമ്പേ ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് ഓരോ ശ്വാസോച്ഛ്വാസത്തിന്റെ പോലും അല്ലാഹു തആല നിനക്ക് നിസ്കാരത്തിൽ പ്രവേശിച്ച് നീ നന്മ ചെയ്യുന്നതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു നമുക്ക് ആ പ്രതിഫലം നൽകട്ടെ. അല്ലാഹു ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഇതുപോലെ ദുനിയാവിലൂടെ ജീവിച്ച് നടന്ന് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി 4 കാര്യം കൂടെ ഉണ്ട്. ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ പ്രിയമുള്ളവരെ, ഇനി അടുത്തത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ അടുത്ത കാര്യം. അതാ അവിടുന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അതാ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ. ഇദാ അദിനനിൽ മുഅദ്ദിൻ കുന്തു അഖൂലു മഅഹു.
നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, പടച്ചവനെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കിന്റെ ഓരോ ലഫ്ലുകളുണ്ടല്ലോ, അതിന് എങ്ങനെയാണോ ജവാബ് ചെയ്യേണ്ടത് അതുപോലെ ഞാൻ അവിടുന്ന് ജവാബ് ചൊല്ലാറുണ്ട്. എന്നിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. അതാവിടുന്ന് ഈ മഹദി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധമായ പരലോകത്ത് എനിക്ക് വിജയിക്കാനുള്ള ഒരു കാര്യം അതായിരുന്നു. ഞാൻ ഈ നമ്മുടെ നാടുകളിലോ പടച്ചവനെ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ ബാങ്ക് കേട്ടാൽ ആ ബാങ്കിന് ഇജാബത്ത് ജവാബ് അവിടുന്ന് ചൊല്ലുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഞാനും അല്ലാഹു അക്ബർ എന്ന് പറയുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാനും പറയും. അങ്ങനെ ഈ ബാങ്കിന്റെ ഓരോ ലഫ്ലുകൾക്കും ഞാൻ അവിടുന്ന് ജവാബ് ചൊല്ലാറുണ്ട് എന്നതാ അവിടുന്ന്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മഹദിയോട് അവിടുന്ന് പറയുകയാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ അതിന്റെ ലഫ്ലുകൾക്കനുസരിച്ച് ഞാൻ മറുപടി പറയാറുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കാറുണ്ട് എന്ന് എന്റെ പ്രിയമുള്ളവരെ മഹദി അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ മൗനം പാലിക്കാറുണ്ടോ, അതോ ജവാബ് ചെല്ലുകയാണോ ചെയ്യാറ്, അതോ നമ്മൾ സംസാരിക്കാറാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ഈ പറയുന്ന കാര്യം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഞാൻ ചിന്തിക്കണം, ആദ്യം പറയുന്നത് എന്നോടാണ്, എൻ്റെ സ്വന്തം ശരീരത്തോടെ ഞാൻ ആദ്യം ഇതെല്ലാം പറയുന്നത്. മനസ്സിലായോ? അല്ലാഹു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പകർത്താൻ, ഈ നന്മ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പറയാൻ, പള്ളിയിൽ നിന്ന് അവിടുന്ന് മുഅദ്ദിന് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കിനനുസരിച്ച് പഠിച്ചവനെ ഞാൻ ജവാബ് പറയാറുണ്ട്, ഉത്തരം പറയാറുണ്ടെന്ന് ഈ സഹോദരി അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ പള്ളി മിനാരത്തിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്കിനനുസരിച്ചിട്ട് നമ്മൾ ജവാബ് പറയാറുണ്ടോ? അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ ജവാബ് പറയാറുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെയാ നമ്മൾ കടത്തിവിടുന്നത്, ബാങ്കിന്റെ പോലും അവിടുന്ന് ശ്രദ്ധ കൊടുക്കാതെ സംസാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പടച്ചവനെ, ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നാട്ടുവർത്താനത്തിലാണ്, പലതും നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മോനെ, കലിമ ചൊല്ലാൻ കഴിയില്ല. ബാങ്കിനെ ബഹുമാനിച്ചാൽ, ആ ബാങ്കിനെ ബഹുമാനിച്ചാ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമല്ലോ. ആരാ ബാങ്കിനെ അവിടെ നിന്ന് നിന്ദിക്കുന്നത്? ആരാ അവിടെ നിന്ന് നിഷേധിക്കുന്നത്? ആരാ അവിടെ നിന്ന് അശ്രദ്ധ കാണിക്കുന്നത്? മരിക്കുന്ന സമയത്തോ നമുക്കൊരിക്കലും തന്നെ വിജയിക്കാൻ കഴിയില്ല. പരാജയപ്പെട്ടു പോകുന്നതാണ്. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ പല ശാലുകളിലാ, പല പ്രവർത്തനത്തിലാ നമ്മളെല്ലാവരും, അല്ലേ? നമ്മൾ പല പ്രവർത്തനത്തിലാ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മോനെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീ സംസാരിച്ച, ദുനിയാവിന്റെ കാര്യത്തിൽ ഏർപ്പെട്ട് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ കളകളാന്നും പറഞ്ഞു നടന്ന നിനക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നിനക്ക് മരിക്കാൻ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിനെ നിന്ദിക്കരുത്. ബാങ്കിനെ ബഹുമാനിക്കുന്ന എത്ര ഹൈന്ദവ സഹോദരങ്ങളുണ്ടെന്നറിയോ? അല്ലേ? നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച് സമയം കണ്ടെത്തുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയോ?
നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന എത്ര ഹൈന്ദവ സഹോദരങ്ങള് സഹോദരിമാരുണ്ടെന്നറിയോ? മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തെ കാര്യം മാ അകൽതു അഹദീ ശൈആ, ഒരിക്കലും തന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാറില്ല. പടച്ചവനെ, എൻ്റെ ജീവിതത്തിൽ ഭക്ഷണത്തിന്റെ സമയമായാൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും എൻ്റെ കൂടെ ഇരുത്താൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലാഹുവേ, ഏറ്റവും വലിയ പുണ്യമായ കാര്യമാണ് ഒരു മനുഷ്യന് വിശന്നവന് ഭക്ഷണം കൊടുക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്, അല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാ. വിശന്ന് വലഞ്ഞു വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് മുമ്പിൽ ഭക്ഷണം നീട്ടിക്കൊടുക്കല്. അതാ ഈ സഹോദരിക്ക് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, വലിയ ഖൈർ അവിടുന്ന് ലഭിക്കാൻ അതാ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് നോക്കൂ. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടല്ലോ, ഒരിക്കലും അതെന്റെ ജീവിതത്തിലില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഇന്നേ വരെ ഒരു കാര്യം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ എൻ്റെ കൂട്ടുകാരി അടുത്തുണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു കഷ്ണം കൊടുക്കും. അല്ലെങ്കിൽ ആരൊക്കെ എൻ്റെ അടുത്തുണ്ടോ പരമാവധി ആളുകളിലേക്ക് എനിക്ക് കിട്ടിയ ഭക്ഷണത്തെ ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഈ സഹോദരി പഠിപ്പിക്കാം. നമ്മൾ കിട്ടിയത് നമുക്ക് തികയത്തുണ്ടോ? നമുക്ക് കിട്ടിയത് നമുക്ക് തികയാറുണ്ടോ? ഇല്ല അല്ലെ? എന്നിട്ടല്ല മറ്റുള്ളവർക്ക് കൊടുക്കാറ് അല്ലെ? അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ വലിയ പരാജയവും നമ്മളൊക്കെ ഏറ്റുവാങ്ങുന്നത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കും നിങ്ങൾക്കും വേണം. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുള്ള കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകും. കുടുംബത്തില്, നമ്മുടെ വീട്ടില്, നമ്മുടെ റിസ്കിൽ അല്ലാഹു തആല ബറക്കത്ത് തരും. സന്തോഷത്തോടു കൂടെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവന് നമ്മൾ സന്തോഷത്തോടു കൂടെ ഭക്ഷണം കൊടുത്താൽ പടച്ചവനെ, അവന്റെ മുഖത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ പുഞ്ചിരി? അല്ലേ? അതല്ലടാ നമ്മുടെ റിസ്കിലെ ബറക്കത്ത് എന്ന് പറയുന്നത്. ഒരുത്തൻ കടന്നു വരുന്നു, ഈ ചങ്ങാതി വന്നല്ലോ എന്നും പറഞ്ഞിട്ട് അവനെ പിരാഗി കൊണ്ട് അവനക്ക് ഭക്ഷണം കൊടുക്കരുത്, അല്ലെങ്കിൽ വെള്ളം കൊടുക്കരുത്. തൃപ്തിയില്ലാത്തത് മറ്റൊരാളെ ഭക്ഷിപ്പിക്കരുത്. മനസ്സിലായോ? നമ്മൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാ ഭക്ഷണം വിളമ്പതിന്റെ കൂടെ കുറച്ച് മുഹബ്ബത്തും കൂടെ വിളമ്പണം നമ്മൾ. മനസ്സിലായോ? കുറച്ച് ഭക്ഷണം വിളമ്പുന്നതിന്റെ ഏറ്റവും വലിയ രുചി എന്ന് പറയുന്നത് കുറച്ച് മുഹബ്ബത്തും കൂടെ അതിന്റെ കൂടെ വിളമ്പുമ്പോഴാണ്. മനസ്സിലാക്കണം. നമ്മള് ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല, അത് നമ്മൾ കൊടുത്ത് ആ സമയത്തുള്ള നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു തൃപ്തി ഉണ്ടല്ലോ, ആ തൃപ്തിക്കും എൻ്റെ പ്രിയമുള്ളവരെ വലിയൊരു രുചിയുണ്ട്. ഒരാൾ വരുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുത്തേക്കാണെ, വെള്ളം കൊടുത്തേക്കാണെ, അയാൾക്ക് എന്തോ ഒരു ഇഷ്ടായിരിക്കും അല്ലേ? അയാളൊന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വലിയ ഖൈർ ലഭിക്കാം. മനസ്സിലായോ? നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്കൊരാൾ ഭക്ഷണം തരുന്നത് അയാൾക്ക് ഇഷ്ടമില്ലാതെ പൊരുത്തല്ലാതെ തരികയാണ്. അയാളെ മുഖത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടാവോ അത് കഴിക്കാൻ? നമുക്കത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവോ എന്ന പോലെ തന്നെയാണ് ഇതിന്റെയും അവസ്ഥ. അള്ളാഹു നമുക്ക് അതിരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അതുകൊണ്ട് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിജയിക്കാനുള്ള അഞ്ചാമത്തെ കാര്യം അവിടെ നീ സഹോദരി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് എന്തെന്നറിയോ? മാ അകൽതു അഹദീ ശൈആ,
ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഒറ്റക്ക് ഞാൻ ഇരിക്കാറില്ല, ഏതെങ്കിലും ഒരാളെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ ഞാൻ കൂട്ടുകയാണ്. അങ്ങനെയേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പിലൂടെ കടന്നുപോയ മഹാന്മാരുടെ ചരിത്രങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോ പടച്ചവനെ ഒരുപാട് ആളുകള്, ഒരുപാട് മഹാന്മാര്, എൻ്റെ പ്രിയമുള്ളവരെ, അവരുണ്ടല്ലോ പടച്ചവനെ, ഒരുപാട് ആളുകള് അവിടെ നിന്ന് കൂട്ടാറുണ്ട്. ഒരാളെങ്കിലും തന്റെ ഭക്ഷണം കഴിക്കാൻ തന്റെ അതിഥിയായി കൊണ്ട് തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചവരാണ് ഓരോ മഹാന്മാരും. അവിടൊക്കെ ജീവിത ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ആറാമതായിട്ട് അതാ അവിടുന്ന് മഹദി പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ? ലം അഅമലു ശൈആ ബിഗൈരി മുശാവറ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് തീരുമാനിച്ചാൽ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒറ്റയ്ക്ക് ഞാനത് ചെയ്യാറില്ല. എൻ്റെ കൂട്ടുകാരോട്, അതുമായിട്ട് അറിവുള്ളവരോട്, അതുമായിട്ട് ബന്ധപ്പെടുന്നവരോട്, പടച്ചവനെ, എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട്, എൻ്റെ കൂടപ്പിറപ്പുകളോട്, എനിക്ക് താല്പര്യമുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ ഒന്ന് കൂടിയിട്ട് മുശാവറ ചെയ്യാതെ, കൂടിയാലോചിക്കാതെ ഒരു കാര്യം ഞാൻ തീരുമാനിക്കാറില്ല. എന്താണ്? ഏതൊരു കാര്യം തന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുകയാണെങ്കിലും, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോ അതിനെക്കുറിച്ച് എൻ്റെ ബന്ധപ്പെട്ടവരോടൊക്കെ ഞാനൊന്ന് അന്വേഷിക്കും. അതിന്റെ ശേഷമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ കാര്യം ചെയ്യാറുള്ളൂ എന്ന് ഈ മഹദി എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കാം. മനസ്സിലായോ? എന്താണ് അതിന്റെ അർത്ഥം? നമ്മളല്ലാതെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടാകും, അല്ലേ? അപ്പൊ മറ്റുള്ളവരോട് ചോദിക്കുമ്പോ അവരുടേതായിട്ടുള്ള കുറച്ച് അറിവും കൂടെ അതിലേക്ക് ആഡാകുമ്പോ നമുക്കൊന്നും കൂടെ സിമ്പിൾ ആകും. പിന്നെ ചില ആളുകളുണ്ട്, നമ്മൾ അന്വേഷിക്കേണ്ടത് ആരോടെന്നറിയോ? നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ, നമ്മളെ ചതിക്കൂല, നമ്മുടെ ഉയർച്ചയിൽ അവർ സന്തോഷിക്കുന്നവരാണ്, നമ്മുടെ തളർച്ചയിൽ അവരും വിഷമിക്കുന്നവരാണ് എന്ന് ആലോചിക്കുന്ന, എന്ന് ഉറപ്പുള്ള ചില ആളുകളുണ്ടാകും. അവരോട് മാത്രമേ നമ്മൾ പലതും മുശാവറ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? നമ്മുടെ സങ്കടങ്ങൾ മാത്രം കണ്ട് സന്തോഷിക്കുന്ന ചില ആളുകളുണ്ടാകും. അവനൊന്ന് പരാജയപ്പെട്ടെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആളുണ്ടാകും. അവന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചിലതും ചോദിച്ചാൽ, അന്വേഷിച്ചാൽ, അവൻ വീണ്ടും നമുക്ക് വലിയ കുഴികളെ ചിലപ്പോൾ കാണിച്ചു തരുള്ളൂ. കുഴി മൂടുന്ന സ്വഭാവം ചിലപ്പോൾ അവനക്ക് അറിഞ്ഞോളന്നില്ല. ആർക്കാ പരാജയം വരിക? നമുക്കല്ലേ? അതുകൊണ്ട് വ്യക്തിയും കൂടെ നമ്മൾ നോക്കണം. ചില മനുഷ്യന്മാരങ്ങനെയൊക്കെയാ, ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാ. എവിടൊക്കെ വെച്ചിട്ട് അമർക്കാൻ കഴിയോ അത് മൊത്തം നോക്കുന്ന സാഹചര്യങ്ങൾ തേടി നടക്കുന്ന ചില ആളുകളുണ്ട്. മനസ്സിലായോ? നമ്മൾ പോലും അറിയില്ല നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ മിത്രങ്ങൾ നമ്മുടെ ശത്രുവായിട്ട് മാറുന്നത്. മനസ്സിലായോ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്ത്? ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടക്കുമ്പോ, ദുനിയാവിലൂടെ നടന്നു പോകുമ്പോ നമുക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണം. പടച്ചോനെ, നിനക്ക് വേണ്ടി ഞാന് ഒന്നും ചെയ്യുന്നില്ല അല്ലാ, നിന്റെ എല്ലാ ഔദാര്യം കൊണ്ട് ദുനിയാവിലൂടെ നടന്നു പോകുന്നത് ഞാന്, എന്നെ ശത്രുക്കളിൽ പെടുത്തല്ല അല്ലാ. പടച്ചോനോട് ദുആ ചെയ്തോ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബോധം നൽകട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആറാമതായിട്ട് പറയാൻ, ലം അഅമലു ശൈഅൻ ബിഗൈരി മുശാവറ. ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട്, എനിക്ക് വേണ്ടപ്പെട്ടവരോട്, എന്നെ സ്നേഹിക്കുന്നവരോട് മുശാവറ ചെയ്യാതെ, ഞാൻ ആരോടും ചോദിക്കാതെ ഒരിക്കലും ഞാനൊന്നും ചെയ്യാറില്ല. അവിടുന്ന് ഏഴാമതായിട്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അതാ അവിടുന്ന് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ? മൻ ഖതഅനി മിൻ ദബിൽ അർഹാം
സഅൽതു ബിഹി. അതാ അവിടുന്ന് പറയുകയാ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ടല്ലോ, എന്റെ കൂടെ പിറപ്പുകൾ, എന്റെ മറ്റു ബന്ധപ്പെട്ട എന്റെ കുടുംബക്കാരായ ആളുകളുണ്ടല്ലോ, അവർക്ക് എന്നെ വേണ്ട എങ്കിലും അവർ എന്നോട് വെറുപ്പ് കാണിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും തന്നെ ഞാൻ അവരോട് വെറുപ്പ് കാണിക്കാറില്ല, അവരോട് മുഷിപ്പ് കാണിക്കാറില്ല. എന്നോട് മിണ്ടുന്നില്ലെങ്കിലും ഞാൻ അവരോട് അങ്ങോട്ട് ചെന്നിട്ട് മിണ്ടാറുണ്ട്. എന്നോട് വെറുപ്പ് കാണിച്ചാലും ഞാൻ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെയാ ദുനിയാവിലൂടെ ഞാൻ ജീവിച്ചു പോകുന്നത്. എന്നെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുകയാ. കുടുംബ ബന്ധങ്ങള് എത്ര അകന്നു നിൽക്കുന്ന ആളുകളാകട്ടെ, ആ ബന്ധങ്ങളെ ഞാൻ ചേർത്ത് വെക്കാറുണ്ട് എന്ന് എന്റെ പ്രിയമുള്ളവരെ ഈ മഹദി അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് അല്ലാഹു തആല ഉഹദ് മലയോളം വലുപ്പത്തിൽ എനിക്ക് നന്മകൾ എഴുതപ്പെടാനുള്ള 7ാമത്തെ കാര്യം അതാണ്, കുടുംബ ബന്ധം ചേർക്കലാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് വിജയിക്കുന്നത് എപ്പോഴാണ്? എന്റെ പ്രിയമുള്ളവരെ, നമ്മള് ദുനിയാവിൽ നന്മ ചെയ്യുമ്പോഴല്ലേ. എന്നാ ദുനിയാവിൽ വെച്ചിട്ട് ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. ആ നന്മയാണ് കുടുംബ ബന്ധം ചേർക്കൽ. ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള മഹത്വമുള്ള ഏറ്റവും നല്ലൊരു അമലാണ് കുടുംബ ബന്ധം ചേർക്കല്. ദുനിയാവിൽ വെച്ച് ആരെങ്കിലും കുടുംബ ബന്ധം ചേർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ചേർക്കൂല, അവനെ മുറിച്ചു കളയും. റബ്ബുമായിട്ടുള്ള ബന്ധങ്ങൾ അകന്നു പോകും. മനസ്സിലാക്കണം നമ്മൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമല് അത് കുടുംബ ബന്ധം ചേർക്കല. നമ്മൾ പറയുമല്ലോ, എന്തിനാ അവരുടെ അടുത്ത് പോയിട്ട് വെറുതെ സംസാരിക്കുന്നത്, അവർ നമ്മുടെ അടുത്ത് മിണ്ടില്ലല്ലോ, നമ്മൾ പരാജയം കാണാൻ നടക്കുന്നവരല്ലേ അവര്. അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ പബ്ലിക് ആക്കണ്ട. ചിലപ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ അവർ തരുന്നുണ്ടാകും, നമുക്ക് വേണ്ടി പരാജയപ്പെടൽ എല്ലാ വഴികളും അവർ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യേണ്ടത് അവരറിയരുത്, അത് നമ്മൾ അറിയുന്നുണ്ട് എന്ന്. ആ രൂപത്തിൽ അവരുമായിട്ട് പെരുമാറാനാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല ബോധം നൽകട്ടെ. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ നാളെ അള്ളാഹിന്റെ മുമ്പിൽ പരാതി പറയുന്നൊരു വസ്തുവാണ്. കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ നമ്മോട് അള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പരാതി പറയുമ്പോൾ തന്നെ, പടച്ചവനെ, അവൻ എന്നെ മുറിച്ചു കളഞ്ഞവനാണെന്ന് അള്ളാഹുവെ, പടച്ചവനെ, കുടുംബ ബന്ധം വന്നിട്ട് അള്ളാഹിന്റെ മുമ്പിൽ വന്ന് പരാതി പറയും. നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവനാ. എല്ലാ നന്മയും തിന്മയുടെ ഏടുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിലേക്ക് കടന്നു വിടാൻ പോവാ. നമ്മളെ ഹിസാബ് കഴിഞ്ഞു, നന്മയും തിന്മയും ഒക്കെ തൂക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കണക്ക് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ നന്മയാ മുമ്പിലുള്ളത്. ദുനിയാവിൽ വെച്ച് കുടുംബ ബന്ധം നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിലേക്ക് കുടുംബ ബന്ധം ഇറങ്ങി വരും. എന്നിട്ട് പറയും, പടച്ചവനെ, അവനെ നീ സ്വർഗത്തിലേക്ക് വിടണ്ട, അവനെ നീ സ്വർഗത്തിലേക്ക് വിടരുത്, അവൻ എന്നെ മുറിച്ച് കളഞ്ഞവനാ, അതുകൊണ്ട് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അവനെ വലിച്ചെറിയെന്ന് കുടുംബ ബന്ധം പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുക. മോനെ, കുടുംബ ബന്ധം ചേർക്കലെന്ന് പറഞ്ഞ ചില്ലറയല്ല. കുടുംബ ബന്ധം ചേർക്കലെന്ന് പറഞ്ഞ ചില്ലറയല്ല, അത് മുറിക്കലെന്ന് പറഞ്ഞ വലിയ അപകടമാ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധം മുറിച്ചു കളയൽ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, പടച്ച റബ്ബ് നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം, നമ്മൾ കൊണ്ടു നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.
എൻ്റെ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും പടച്ച തമ്പുരാന്റെ ദീൻ നമ്മൾ പറയുമ്പോ, ഇൽമ നമ്മൾ പറയുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, ആദ്യം എൻ്റെ നഫ്സിനോടാണ് ഞാൻ പറയുന്നത്, മോനെ നിന്റെ ജീവിതത്തിൽ നീ ഇത് പകർത്തണമെന്ന്. പിന്നെയാ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണേ എന്ന്. കാര്യം എന്തെന്നറിയോ എൻ്റെ പ്രിയമുള്ളവരെ, നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ദുനിയാവില് പഠിച്ചു വെച്ചിട്ടുള്ള ഇൽമുകളുണ്ടല്ലോ, അതെല്ലാം അതുപോലെ മുറുകെ നമ്മൾ ചെയ്യുമ്പോ അപ്പോഴാ നമുക്കത് നാഫിയായ ഇൽമുകളായിട്ട് മാറുന്നത്. എന്തെങ്കിലും പഠിച്ചാ പോരല്ലോ, പഠിച്ചതൊക്കെ ദുനിയാവിൽ വെച്ചിട്ട് നമുക്ക് ഉപകരിക്കണല്ലോ. ഇതെല്ലാം ഇവിടെ വെച്ച് ചെയ്യുമ്പോഴാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. ബാപ്പാ, നമ്മൾ പറയാറുണ്ട്, ഉസ്താദേ ഞാൻ നിസ്കരിക്കും, ഞാൻ നോമ്പെടുക്കും, നന്മകൾ ചെയ്യും, എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. അവിടെ നിന്ന് നമ്മള് അഭിമാനത്തോടു കൂടെ നമ്മളൊക്കെ പറയാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവർ നിസ്കരിക്കുന്നുണ്ടോ? മോനെ നോമ്പെടുക്കുന്നുണ്ടോ? അവർ മറ്റു നന്മകൾ ചെയ്യുന്നുണ്ടോ? സുബഹി സമയത്ത് ഏത് സമയത്താ എണീക്കുന്നത്? പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലാണോ വീട്ടിലേക്ക് കടന്നു വരുന്നത്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ദുനിയാവിൽ വെച്ചിട്ട് മക്കൾക്ക് ബോധം കൊടുക്കാത്ത മാതാപിതാക്കളുണ്ടോ? എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ട് പടച്ചവനെ വേസ്റ്റുകൾ തള്ളുന്നത് പോലെ മക്കളെ അഴിച്ചു വിടുന്ന മാതാപിതാക്കള്, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വേസ്റ്റുകൾ തള്ളുമ്പോ കുറച്ച് കഴിഞ്ഞാ ചീഞ്ഞ് നാറുന്നത് കാണാറില്ലേ? എന്നതുപോലെ തന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, മക്കളെ വേണ്ടതുപോലെ നമ്മൾ പരിഗണിക്കാതെ, വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാതെ, ദീനീ ബോധമില്ലാതെ വളർത്തിയ അവർക്ക് പടച്ചവനെ നന്മയുടെ വഴികൾ കാണിച്ചു കൊടുക്കാതിരുന്ന, ആ കൊണ്ടുപോയിട്ട വേസ്റ്റുകൾ നാറുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും മക്കളതാ ചീഞ്ഞ് നാറുന്നതാ. തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളത് കാണേണ്ടി വരുമല്ലോ. ഹറാമിന്റെ വഴികളിലൂടെ കടന്നു പോയിട്ട് ആ ഹറാമുകൾ ഞാനും നിങ്ങളും കാണേണ്ടി വരുമല്ലോ. മാത്രമല്ലടോ, നമ്മൾ നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ നന്മ നോക്കി, നമ്മുടെ തിന്മ നോക്കി, എല്ലാം അവിടുന്ന് നോക്കുകയാണ്. നന്മ മുൻതൂക്കമാ. പടച്ചു തമ്പുരാൻ നമ്മളെ ഹിസാബ് നടത്തുകയാണ്. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റും തന്നിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാൻ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പടച്ചവനെ പിറകെ നിന്ന് വിളിക്കുകയാ. ആരാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? നമ്മുടെ മക്കളാ, നമ്മുടെ മക്കളാ. എന്തിനാ വിളിക്കുന്നതെന്നറിയോ? പടച്ചവനെ നീ അവനെ കടത്തിവിടല്ലേ അല്ലാ, നീ അവളെ കടത്തിവിടല്ലേ അല്ലാ, സ്വർഗത്തിലേക്ക് കടത്തിവിടല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാ എൻ്റെ പ്രിയമുള്ളവരെ വരുന്നത്. എന്തേ കാര്യമെന്നറിയോ? എന്നെ ഹറാമ് ഞാനുകൾ കണ്ടപ്പോ തെറ്റുകളിലൂടെ കടന്നു പോയപ്പോ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, അതിനെ കുറിച്ച് വേണ്ട രൂപത്തിൽ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വാപ്പയും ഉമ്മയും കടന്നു പോവുകയാണല്ലോ സ്വർഗത്തിലേക്ക്. ഞാനിന്ന് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്താനുള്ള കാര്യം എന്തെന്നറിയോ? എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് നിങ്ങൾ അവരെ പടച്ചവനെ സ്വർഗത്തിലേക്ക് വിടല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ നമുക്ക് തടസ്സമാകുന്ന ദിവസമാണ്. ലാ യൻഫഉ മാലും വലാ ബനൂൻ.
അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. മോനെ, നിന്റെ സമ്പത്ത്, നിന്റെ മക്കള് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിനക്ക് ഉപകരിക്കാത്ത സമയം നിനക്ക് വരാനുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഓർമ്മപ്പെടുത്തുകയാ. മോനെ, മരണം ഏത് സമയത്തും കടന്നു വരുമല്ലോ. എപ്പോഴാ മരണം വരുന്നതെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? നമ്മക്കൊണ്ട് ആരെക്കൊണ്ടും കഴിയില്ലല്ലോ, നമുക്കാർക്കും കഴിയില്ലല്ലോ. എന്നാ അള്ളാഹുവിന്റെ മുമ്പില് ഏത് സമയത്തും നമ്മൾ എത്തിപ്പെടുമെന്നുള്ള ബോധം നമുക്ക് വേണേ. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടി പോയതാണ്. പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടിയിട്ട് ഹൈദരാബാദിൽ നിന്നൊരു ബസ് പോയി, ഒരു എയറോപ്ലെയിനിൽ യാത്ര ചെയ്തു. പഠിച്ചവനെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയാ. എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് മദീന കാണണം, എനിക്ക് റസൂലുള്ളാഹിനോട് സലാം പറയണം, എനിക്ക് കഅബാലയത്തിന്റെ കില്ല പിടിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് കടന്നു പോയവരല്ലേ. അള്ളാന്റെ പരിശുദ്ധമായ ഭവനം കാണാൻ കടന്നു പോയവരല്ലേ. റസൂലുള്ളാഹിന്റെ ചാരത്ത് പോകാൻ ആരിക്കാ പൂതിയില്ലാത്തത്? എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഗേഹം കാണാൻ വേണ്ടി പോയതാ. 40 ആളുകൾ ഉണ്ടായിരുന്നു. പടച്ചവനെ, ആ ബസ് ഒരു ഡീസൽ ടാങ്കറിന് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഡീസൽ ടാങ്കർ അല്ലേ പടച്ചവനെ, പൊട്ടിത്തെറിക്കുകയാണ്, കത്തിയമരുകയാണ്. ബസ്സും കൂടെ കത്തിയമരുകയാണ്. ഒരൊറ്റൊരാളാണ് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് രക്ഷപ്പെട്ടത്. 40 ആളുകൾ മരണപ്പെടുകയാ. 40 ആളുകൾ മരണപ്പെടുകയാണ്. ഇന്ന് റിപ്പോർട്ട് വന്ന എന്റെ പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽപ്പെട്ട 19ഓളം ആളുകളാ മരണപ്പെട്ടു പോയത്. 19ഓളം ആളുകളാ മരിച്ചു പോയത്. പടച്ചവനെ, പോയ ഗേഹമൊന്ന് നോക്കെന്റെ പ്രിയമുള്ളവരെ, മുഖം കാണാൻ കഴിയുന്നില്ല, ശരീരം ആരുടേതെന്ന് തിരിച്ചറിയുന്നില്ല, മുഖം ആരുടേതെന്ന് തിരിച്ചറിയുന്നില്ല. പിഞ്ചു പൈതങ്ങൾ വരെ ആ എന്റെ പ്രിയമുള്ളവരെ യാത്രയിൽ ഉണ്ടായിട്ടുണ്ടോ? അവർക്കറിയുമോ? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ മരിക്കുമെന്നറിയുമായിരുന്നു. ഞങ്ങളുടെ മയ്യത്താണ് അവിടെ പിടഞ്ഞു വീഴുന്നത്, ഞങ്ങളുടെ ശരീരങ്ങൾ കത്തിക്കരിയുമെന്ന് പറയാൻ കഴിയുമായിരുന്നു? ഇല്ല, ഒരിക്കലും അവിടെ നിന്ന് കഴിയില്ലായിരുന്നുവല്ലോ. അതാണ് എന്റെ പ്രിയമുള്ളവരെ മരണമെന്ന് പറയുന്നത്. അല്ലാഹുവേ, അവർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പുന്നാർ നബി തങ്ങളെ കാണാൻ പോയതല്ലേ, നല്ല നിയ്യത്ത് കൊണ്ടുപോയതല്ലേ. മോനെ, സ്വർഗം ഉറപ്പാ, സ്വർഗം അവിടെ നിന്ന് ഉറപ്പാണല്ലോ. ലക്ഷങ്ങൾ കൊടുത്തിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ഭൂമി കാണാൻ പോയതാ, ഭവനം കാണാൻ പോയതാ, അള്ളാന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു പോയതാ. പടച്ച തമ്പുരാൻ കഴിവിടുമോ? അല്ലാഹു തആല കഴിവിടുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദർജയല്ലേ അവർക്ക് കൊടുക്കുന്നത്. എന്തിനാ പോയത്? ഉംറ ചെയ്യാനല്ലേ. പടച്ചവനെ, ആ ഉംറ പൂർത്തിയായിട്ടില്ലടോ, ആ ഉംറ പൂർത്തിയായിട്ടില്ലടോ. എന്നാലും പടച്ചറബ് ഉംറ പൂർത്തിയായ പ്രതിഫലമാ കൊടുക്കുന്നത്, ഉംറ പൂർത്തിയായ പ്രതിഫലമാ കൊടുക്കുന്നത്. പടച്ചവനെ, പൂർത്തിയായിട്ടില്ലെങ്കിലും അതിന്റെ പ്രതിഫലം അല്ലാഹു തആല അതിന് ഒരുങ്ങി അവന് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ. പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞങ്ങൾക്കും മരിക്കുന്നതിന്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾക്കതിന് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്കും കഅബ കാണണം, അവിടുത്തെ കില്ല പിടിക്കണം, റൗള ശരീഫിന്റെ ചാരത്തൊന്ന് ചെല്ലണം, അല്ലാഹുവിന്റെ ഹബീബിനോടൊന്ന് സലാം പറയണം. കൊതിയുണ്ട് അല്ലാഹ്, കൊതിയുണ്ട് അല്ലാഹ്. ഞങ്ങൾക്കതിന് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ ആ മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ നീ വിജയിച്ചവരിൽ പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് അവരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും നീ തരണേ അല്ലാഹ്. എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ടപ്പോ സങ്കടം തോന്നിയൊരു വാർത്തയായിരുന്നു അല്ലേ. ഹജ്ജിന്റെ ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോയതാ, പക്ഷേ ഒരു ടാങ്കർ ലോറുമായിട്ട് കൂട്ടിയിടിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം, റസൂലുള്ളാഹിനോട് സലാം പറയണം, എല്ലാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ എന്റെ പ്രിയമുള്ളവരെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും അല്ലേ. അത്രയ്ക്കും ആഗ്രഹങ്ങൾ അവിടെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ നിയ്യത്തൊന്ന് നോക്കൂ നിങ്ങൾ. നിയ്യത്തെന്താ? എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം അല്ലേ. ആ നിയ്യത്ത് പോരെ, ആ നിയ്യത്ത് പോരെ അല്ലേ. നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ആ നിസ്കാരമാണ് അല്ലേ. ഒന്നുണ്ടാക്കുന്ന എന്തിനാ? നിസ്കരിക്കാൻ. കാല് കഴുകുന്നതിനാ നിസ്കരിക്കാൻ. നമ്മൾ കുളിക്കുന്ന എന്തിനാ? നിസ്കരിക്കാൻ. ആ ഒരു ചിന്തയിൽ നമ്മളിങ്ങനെ പ്രവർത്തിച്ചാൽ അതിനൊക്കെ നല്ല പ്രതിഫലമാണ്, അതിനൊക്കെ പ്രതിഫലം ലഭിക്കും. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ നിസ്കാരം ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കരിച്ചാൽ പോരെ കേട്ടോ. നമ്മൾ നിസ്കരിക്കും, 5 വക്തിനും പള്ളിയിലുണ്ടാകും, ഒന്നാമത്തെ സഫിൽ വെള്ളിയാഴ്ചയൊക്കെ വന്നിരിക്കും. 5 വക്തിനും ഒന്നാമത്തെ സഫിലാണ് നമ്മളൊക്കെ ഉള്ളത്. വീട്ടിനകത്തോ നമ്മൾ നിസ്കരിക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് സുബഹി കൃത്യമായിട്ട് നിസ്കരിക്കാറുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട മക്കള് വേണ്ട രൂപത്തിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അശ്രദ്ധ കാണിക്കരുത്, നമ്മൾ അശ്രദ്ധ കാണിക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ അത് വലിയ പരാജയമായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ കിടക്കും. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ,